ചെങ്കോട്ട ചാവേർ ആക്രമണം, അതിൽ ഡോക്ടർ ഉമർ നബിയുടെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തു വന്നു. ഇതോടുകൂടി ചെങ്കോട്ട ആക്രമണം ഒരു ചാവേർ ആക്രമണം തന്നെയെന്ന് NIA സ്ഥിരപ്പെടുത്തി. 1 മിനിറ്റ് ദീർഘമുള്ള ആ വീഡിയോയിൽ ഡോക്ടർ ഉമർ നബി സ്വന്തമായി ഒരു മുറിയിൽ വെച്ച് റെക്കോർഡ് ചെയ്തതാണ്. ചാവേർ ആക്രമണത്തെ ന്യായീകരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ചാവേർ ആക്രമണം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു അക്രമമായിട്ടാണ് ആൾക്കാർ കരുതുന്നതെന്ന് വളരെ താത്വികമായിട്ട് അതിനകത്ത് അയാൾ പറയുന്നുണ്ട്. ആശയപരമായി ഉയർന്ന നിലവാരം ഉള്ള ഒരു രക്തസാക്ഷിത്വമാണ് ചാവേർ ആക്രമണം എന്നാണ് ഉമർ നബി അതിനകത്ത് അവകാശപ്പെടുന്നത്. എന്തായാലും തുടക്കം മുതലേ നമ്മളൊക്കെ സംശയിച്ച് ഇതൊരു ചാവേർ ആക്രമണമാണ്. പക്ഷെ കൃത്യമായിട്ട് ഇപ്പോൾ NIA അത് ചാവേർ ആക്രമണം തന്നെയെന്ന് സ്ഥിരപ്പെടുത്തി. കാരണം 1 മിനിറ്റിൽ അല്പം ദൈർഘ്യമുള്ള സെൽഫി ആയിട്ട് സ്വയം എടുത്ത ഒരു വീഡിയോ ഡോക്ടർ ഉമർ നബിയുടെ പുറത്തു വന്നു. അതിനകത്താണ് ഇയാൾ ഈ ന്യായീകരണ പ്രസംഗം നടത്തുന്നത്. കാശ്മീർ സ്വദേശി ജയ്സർ മിലാൻ വാനി എന്നയാളെ NIA കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ഇതോടെ NIA ചെങ്കോട്ട ആക്രമണത്തിലെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ആദ്യം നമുക്കറിയാം, ആ കാറ് വിലയ്ക്ക് വാങ്ങിച്ച ഒരാൾ NIA അയാളെ ആദ്യം അറസ്റ്റ് ചെയ്തു. ഡോക്ടർ ഉമർ നബി കൊല്ലപ്പെട്ട ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ അറസ്റ്റ് കാറ് വാങ്ങിച്ച ആളെ തന്നെയായിരുന്നു. രണ്ടാമത് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവമായിട്ട് ബന്ധമുള്ള ഇതിൻ്റെ ടെക്നോളജി ഡോക്ടർ ഉമർ നബിയെ പഠിപ്പിച്ച കാശ്മീർ സ്വദേശി ജൈനർ ബിലാൽ വാനി എന്ന ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശ്രീനഗറിൽ വെച്ചാണ് വാനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 2 പേരെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ചെങ്കോട്ട സ്ഫോടനമായിട്ട്. സ്ഫോടന കേസിലെ അറസ്റ്റിനൊപ്പം തന്നെ ED പല സ്ഥലത്തും റെയ്ഡുകൾ നടത്തുന്നുണ്ട്. അൽഫലാൽ ഗ്രൂപ്പിലും ആ സർവകലാശാലയിൽ റെയ്ഡ് നടത്തി. ആ സർവകലാശാലയുടെ ഫരീദാബാദിലുള്ള ഒക്കല ഓഫീസ് റെയ്ഡ് ചെയ്തു. ആ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോഴാണ് NIAക്ക് കുറച്ച് കൂടുതൽ വിവരങ്ങൾ ആ സർവകലാശാലയെ പറ്റിയും ഇതിൻ്റെ ഫണ്ടിങ്ങിനെ പറ്റിയൊക്കെ ലഭിക്കുന്നത്. ഈ സംഭവം അൽഫലായുടെ സർവകലാശാലയുടെ അതിൻ്റെ 9 സ്ഥലങ്ങൾ, അതിൻ്റെ 9 കമ്പനി, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇപ്പം ലഭിച്ചിട്ടുണ്ട്. ED അത് കണ്ടെത്താൻ കാരണം അവര് സർവകലാശാലയുടെ ഫലാ ഗ്രൂപ്പ് ചെയർമാൻ ജാവേദ് അഹമ്മദിന്റെ അറസ്റ്റോട് കൂടിയാണ്. ജാവേദ് അഹമ്മദ് സിദ്ദിഖിനെ ED അറസ്റ്റ് ചെയ്തു. സർവകലാശാലയുടെ ചീഫാണ്, അൽഫല സർവകലാശാലയുടെ. ആ സർവകലാശാലയുടെ ഫണ്ടിങ് വരുന്നത് 9 ഷെൽ കമ്പനി മുഖേനയാണ്. ആ ഷെൽ കമ്പനി 9 ഷെൽ കമ്പനി ഉണ്ടെങ്കിലും 9 ഒക്കലയിൽ തന്നെ ഓഫീസിൽ തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. പക്ഷേ അതിനകത്ത് ED കണ്ടെത്തിയ ഒരു പ്രത്യേകത, 9 ഷെൽ കമ്പനി കൂടിയാണ് ഈ പണം വരുന്നത്. ഏകദേശം 40-45 ലക്ഷം രൂപ അവിടുന്ന് പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ മൊബൈൽ ഫോണ് എല്ലാം, ഷെൽ കമ്പനിയുടെ മൊബൈൽ ഫോൺ എല്ലാം ഒരു മൊബൈൽ ഫോണാണ്, ഒരു 1 മാൻ ഷോയാണത്. ഒരാളിലേക്കാണ് ഫണ്ട് വരുന്നത്. ഒരേ ഫോൺ നമ്പറാണ് ഈ 9 ഷെൽ കമ്പനിയുടെയും മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്നത്.
അതിനകത്ത് തന്നെ ആ തട്ടിപ്പ് മനസ്സിലാവും. ഫണ്ട് വരുന്ന സോഴ്സ് മറ്റുള്ളവർക്ക് അറിയില്ല, ഒറ്റയാൾക്ക് മാത്രമേ അറിയാനൊക്കുള്ളൂ. അത് അൽഫല ഗ്രൂപ്പിന്റെ ആ സർവകലാശാലയുടെ ഗ്രൂപ്പ് ചെയർമാൻ ജാവേദ് അഹമ്മദിന്റെ ഫോൺ നമ്പറാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഏതായാലും നമ്മളെപ്പോലെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഈ ഗ്രൂപ്പിന് ഫണ്ട് വരുന്നത് എവിടെ നിന്നാണെന്ന് നോക്കണം. പക്ഷെ ഇതൊരു സോഴ്സ് മാത്രമാണ്. സർവകലാശാലയിലെ അവിടുത്തെ കുട്ടികളെ ജെയ്ഷെ മുഹമ്മദിന്റെ പോലെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കെതിരായി ഒരു ഗ്രൂപ്പിനെ, ഒരു വൈറ്റ് കോളർ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ അവർ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഏകദേശം ഈ ഡോക്ടേഴ്സ് 4-5 പേരെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് ഇന്ത്യക്കെതിരായിട്ട് തിരിച്ചതും അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമായി കൺവേർട്ട് ചെയ്യാനുള്ള തുടക്കമാണ് എന്നുള്ള രീതിയിൽ ആശയപരമാതെ ആ ഡോക്ടർമാരെ മുഴുവൻ അവരെ പക്ഷേ വശീകരിച്ചു. അതിനുശേഷം അവരെ രാജ്യത്തിനെതിരായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അത് ഈ ഫരീദാബാദിലെ ആ ഡോക്ടർമാരുടെ പിടുത്തത്തോടുകൂടി ആ EDയും NIAയും നമ്മുടെ IBയും CBIയും എല്ലാം കൃത്യമായി അതിൻ്റെ റൂട്ടുകളിലേക്ക് പാഞ്ഞു കഴിഞ്ഞു. എല്ലാ സ്റ്റേറ്റുകളിലും വേരോടുന്നുണ്ട്. എങ്കിലും കേരളത്തിൽ അതിന് ശക്തമായ വേരുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. എന്തായാലും ഇന്ത്യയിലെ നശിപ്പിക്കാനായിട്ട് ചില ഗ്രൂപ്പുകൾ ഈ ജെയ്ഷെ മുഹമ്മദ് പോലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഫണ്ടെത്തിക്കുന്നത് ഇവിടെ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത ചില സർവകലാശാലകൾ കൂടിയാണ് എന്നും ആ കുട്ടികൾക്ക് സർവകലാശാലയിൽ നിന്നാണ് ഫണ്ടെത്തുന്നതെന്നൊക്കെ ഇപ്പം കണ്ടെത്തി കഴിഞ്ഞു. അത് തന്നെയല്ല, ഇതേ രീതിയിലുള്ള ഫണ്ടിങ് പല രീതിയിലും വരുന്നുണ്ട്. ആ വരുന്ന ഫണ്ടിങ് ഏതൊക്കെ മാർഗത്തിൽ കൂടെയാണ് വരുന്നതെന്ന് കണ്ടെത്തേണ്ടത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതയ്ക്കും അഖണ്ഡതയ്ക്കും അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.